ഗുഡ് മോർണിംഗ്. എൻ്റെ മുഖവും സൗണ്ടൊക്കെ വല്ലാണ്ടിരിപ്പുണ്ടാവും. രാവിലെ എണീറ്റിട്ടുള്ളൂ. ഇപ്പോൾ സമയം 8 മണിയായിട്ടോ ഇവിടെ. 8 മണിയായി. ഞാൻ എണീറ്റ് എൻ്റെ പരിപാടികൾ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ടുഡേ വെൽക്കം ബാക്ക് ടു TheDKtales ആൻഡ് വെൽക്കം ടു മൈ ലൈഫ്. അപ്പോൾ ഞാനിപ്പോൾ ദുബായിലാണുള്ളത്, കുക്കു നാട്ടിലാണ്. അപ്പോൾ ഞാനിവിടെ താമസിക്കുന്ന ഹോട്ടലും പിന്നെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത്തവണ ഞാൻ ആക്ച്വലി ഹോട്ടലാണ് ബുക്ക് ചെയ്തേക്കണത്. യൂഷ്വലി ഞാൻ വരുന്ന സമയത്ത് റൂം ഷെയറിങ് എടുക്കാറാണ് പതിവ്. ഓരോ പ്രാവശ്യം വരുമ്പോൾ എടുക്കും, പിന്നെ പോകുമ്പോൾ വെക്കേറ്റ് ചെയ്യും, അങ്ങനെയാണ് യൂഷ്വലി ചെയ്യാറ്. അപ്പോൾ ഇത്തവണ ഒരു 2 വീക്സിനായിട്ട് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് റൂം എടുക്കുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഹോട്ടലിൽ നല്ല ചീപ്പ് റേറ്റിന് കിട്ടിയപ്പോൾ ഞാൻ ഹോട്ടൽ ബുക്ക് ചെയ്തു. അപ്പോൾ 2 വീക്സ് ഇവിടെ ഹോട്ടലിലാണ്. ഞാൻ കിസൈസിലാണെന്ന് തോന്നുന്നു, സ്ഥലം എനിക്കറിയാം. ഇവിടെ ഹാംപ്ടൺ ബൈ ഹിൽട്ടൺ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യണേ. അപ്പോൾ ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. 10:30 വരെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്. അപ്പം ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 10:30 എന്നുള്ളത് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിനെ ബ്രഞ്ച് ആക്കിയിട്ടാണ് കൺസിഡർ ചെയ്തേക്കണേ. അപ്പോൾ എനിക്ക് ഒരു നേരത്തെ ഫുഡ് കട്ട് ചെയ്യാലോ. അപ്പോൾ ഞാൻ രാവിലെ 8 മണിക്ക് എണീക്കും. എൻ്റെ പരിപാടികൾ കഴിഞ്ഞ് 10:15 ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അവിടേക്ക് പോകും. അതാണ് എൻ്റെ യൂഷ്വലി ഉള്ള ഒരു റുട്ടീൻ. അപ്പോൾ നമുക്ക് വേഗം റെഡി ആവാം. എന്നിട്ട് അതിന് മുന്നേ കുറച്ച് പണികളുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റിന് പോകാനായിട്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ. നമുക്ക് പല്ല് തേച്ച് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങാം. ഓക്കെ, പല്ലേച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് റെഡി ആയിട്ട് വേഗം ജിമ്മിന് പോകണം. ഇവിടെ ജിമ്മുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം എന്നും രാവിലെ പോയിട്ട് കുറച്ച് നേരം നടക്കും. ഒരു 20 മിനിറ്റ്സ് ഒരു വാക്ക് ഉണ്ട്. അത് കഴിയുമ്പോഴേക്കൊന്ന് വിശക്കും. കാരണം ഞാൻ പൊതുവേ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ലിറ്ററായിട്ട് കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് വയറ് നിറച്ച് കഴിക്കണമല്ലോ, കാരണം നമ്മുടെ ബ്രഞ്ചാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വർക്കൗട്ടൊക്കെ ചെയ്തൊന്ന് വിശപ്പൊക്കെ ആക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, മുതലാക്കണമല്ലോ നമ്മൾ. അപ്പോൾ ഇപ്പോൾ റെഡി ആയിട്ട് നേരെ ജിമ്മിലേക്ക് പോവും. എന്നിട്ട് വന്ന് ഫ്രഷ് ആയിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റെഡി ആയാലോ? ലെറ്റ്സ് ഗോ. യെസ്, അപ്പോൾ നമ്മൾ ജിമ്മിൽ പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റായി. നമുക്ക് ഷൂസ് ഇടാം. ഇപ്പോൾ സമയം എത്രയായി? 8:45 ആവാറായിട്ടുണ്ട്. പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ജിമ്മിൽ പോകാം. അവിടെ ആക്ച്വലി അധികം ആൾക്കാരൊന്നും ഉണ്ടാവാറില്ല. ഒരു ചേട്ടൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ സ്ഥിരം. അതിന് നമുക്ക് സുഖമാണ്, എന്ത് വേണേൽ ചെയ്യാം. പിന്നെ കുറേ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് അവിടെ. പക്ഷേ ഞാൻ അതിലൊന്നും പണി പഠിക്കാറില്ല. കാരണം ഒറ്റയ്ക്കായതുകൊണ്ടും പിന്നെ അവിടെ അധികം ആൾക്കാരങ്ങനെ വരില്ല. അപ്പോൾ എങ്ങാനും വല്ല വെയിറ്റൊക്കെ എടുത്തിട്ട് നമ്മുടെ നടുവെങ്ങാനും ഒളുക്കി കഴിഞ്ഞാൽ പറഞ്ഞു തരാനും കൊണ്ടുപോകാനൊന്നും അവിടെ ആരും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ റിസ്ക് ഒന്നും എടുക്കാറില്ല. കുറച്ച് ഒരു 20 മിനിറ്റ്സ് വാക്ക് ചെയ്യും ട്രെഡ്മില്ലിൽ. അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്ട്രെച്ച് ചെയ്യും. ചിലപ്പോൾ ആരും ഇല്ല എന്ന് കണ്ടാൽ കുറച്ച് നേരം ചിലപ്പോൾ പാട്ട് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കും. എന്നിട്ട് ഇങ്ങോട്ട് പോരും. ഹാഫ് ആൻ അവർ 45 മിനിറ്റ്സ്. അതിന് കൂടുതൽ നിൽക്കാറില്ല. അപ്പം നമുക്ക് ജിമ്മിൽ പോയാലോ ഗൈസ്? ലെറ്റ്സ് ഗോ, കം ഓൺ. യെസ്, അപ്പോൾ നമുക്ക് പോവാം. കീ എടുത്തു, ഫോൺ എടുത്തു, പിന്നെ വാട്ടർ ബോട്ടിൽ എടുത്തു. മുകളിൽ ജിം എന്ന് പറഞ്ഞ ഫ്ലോറിലാണ് ജിമ്മുള്ളത്. ജിമ്മ് ഓക്കെ. ഇവിടെ ഏത് ഫ്ലോറിലേക്ക് പോകുമ്പോഴും നമുക്ക് കാർഡ് കാണിച്ചാലേ അവർ നമ്മളെ കയറ്റി വിടുള്ളൂ. ആരുണ്ടാവരുതേ. ഞാൻ ഏറ്റവും ടോപ്പ് ഫ്ലോറാണിത്. ഇരിക്കുക. ഫിറ്റ്നസ് സെൻറ്റർ. വലിയ വേറെ ക്യാപ്സൊന്നുമില്ല. നോക്കാം. ഇങ്ങനെ കാമാണ് ഇവിടെ, ശല്യമില്ല. മറ്റേ നാട്ടിലൊക്കെ പോയിക്കാൻ നിറച്ച ആൾക്കാരല്ലേ. ഇവിടെ ഒരാളും ഉണ്ടാവില്ല. നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ. ഇവിടെ നമ്മൾ കാർഡ് വെക്കണം കേട്ടോ. ആരെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഡോർ അൺലോക്ക് ആവും. തുറക്കുന്നു. ഇവിടെ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഞാൻ ചേട്ടനോട് ചോദിച്ചു ഷൂട്ട് ചെയ്യുന്നതാണ് കുഴപ്പമുണ്ടോ? ഇപ്പോൾ പുള്ളി പറഞ്ഞു കുഴപ്പമില്ല. ഇത്രയേ ഉള്ളൂ കേട്ടോ, ചെറിയ ജിമ്മ. സോ നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. സമയമില്ല. ഇങ്ങനെ പയ്യെ സ്റ്റാർട്ട് ചെയ്ത് മെല്ലെ സ്പീഡ് കൂട്ടും. ഒരു 20 മിനിറ്റ്സ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ 20 മിനിറ്റ്സ് ആയി. പയ്യെ വൈൻഡപ്പ് ചെയ്യാം. യെസ്, അപ്പോൾ നമ്മുടെ ജിമ്മ് കഴിഞ്ഞു. ഇനി സമയം ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 9:30 ആയിട്ടുണ്ട്. ഇനി നമുക്ക് 10:15 ആകുമ്പോഴേക്കും കുളിച്ച് ഫ്രഷായി ഇറങ്ങണം. അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടില്ല. സോ ഇവിടെ നിന്ന് അങ്ങോട്ട് ചിലപ്പോൾ കുറച്ചൊരു ഓട്ടപ്പാച്ചിലായിരിക്കും. ഇവിടെ നല്ല ലൈറ്റിങ്ങാണ് എല്ലായിടത്തും. പക്ഷേ ഡാർക്ക് സർക്കിൾസ് ഉള്ള പോലെ തോന്നും, കാരണം മുകളിൽ നിന്ന് ലൈറ്റ്സ്. എൻ്റെ കണ്ണെന്താണ് ഇടിയിട്ട് പോലെ ഇരിക്കുന്നു. ലിഫ്റ്റ് വന്നു. അയ്യോ പോയാ. പിന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മൾ ഫ്രഷായിട്ട് ക്ലാസ്സിൽ പോവുക. അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ പരിപാടി സെറ്റാക്കണം. സൺഡേ നമ്മൾ ഒരു ഇൻ ഹൗസ് ബാറ്റിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ആക്ച്വലി ബാറ്റിൽ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ട്. എന്നിട്ട് ലോബി ഞാൻ റൂം ടൂർ കാണിക്കാം ഫ്രീ ആയിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ കാണിക്കാം. ഇപ്പം ഞാൻ വേഗം ഫ്രഷ് ആവട്ടെ കേട്ടോ.
യെസ്, അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് വേഗം, അയ്യോ 10 മണിയായി, 10 o'clock ആയി. 10 o'clock. ഞാൻ കുറച്ച് ബ്യൂട്ടീഷ്യനൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ കുറച്ചും കൂടി അവിഞ്ഞ കൊലയില്ലേ ഞാൻ. അയ്യോ എന്തോ പോയി. കുറച്ച് മേക്കപ്പൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇറങ്ങും. ദറ്റ് ഈസ് ദ പ്രോബ്ലം ഓഫ് ഇന്ത്യ. അപ്പോൾ ഇനി നമുക്ക് 10 മിനിറ്റ് ഉണ്ട്. 10 മിനിറ്റിനുള്ളിൽ നമ്മൾ റെഡി ആവണം. അതാണ് നമ്മുടെ ടാസ്ക്. നമുക്ക് ഈ തലയൊന്ന് കെട്ടി വയ്ക്കാം, അതായിരിക്കും നല്ലത്. ഓക്കെ, ഓൾ സൈഡ്. എന്നാൽ എൻ്റെ കെട്ടിയോൻ എന്നെ വിളിച്ചിട്ടില്ല. കെട്ടിയോൻ വേറെ എവിടെയോ ആണ്. സോ നെറ്റില്ലെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചിട്ടില്ല. അപ്പോൾ അവനെ നമുക്കൊന്ന് വിളിച്ച് നോക്കാം ആദ്യം. എന്നിട്ട് അവനെ വിളിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യും? മേക്കപ്പ് ചെയ്യും. അതാണ് നമ്മളുടെ ഇന്നത്തെ അജണ്ട. റിങ് പോലും ചെയ്യുന്നില്ല. നമ്മൾ ഇവിടുന്ന് ബോട്ടിമേലാണ് കോൾ ചെയ്യുക. അപ്പം വീഡിയോ കോൾ ചെയ്യാമല്ലോ, പക്ഷേ റിങ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഞാൻ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. നെറ്റ് ഓഫ് ആക്കിയിട്ട് അവനെ വീഡിയോ പോയി ഗൈസ്. അപ്പം ഇൻ ബിറ്റ്വീൻ നമുക്ക് റെഡി ആവാം. വലിയൊരു ടാക്കിയും ഇച്ചിരി പോലും മുടിയും. ഞാൻ സെറാവിയുടെ പുതിയ ഹൈഡ്രേറ്റിംഗ് വാട്ടർ ജെല്ലാണ് ഞാൻ യൂസ് ചെയ്യണം മോയ്സ്ചറൈസറായിട്ട്. ദേവോണെൻ്റെ തല പോയി കഥം. അതിനുശേഷം ഫേസ് ഷോപ്പിൻ്റെ സൺസ്ക്രീൻ. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ മേബ്ലിൻ്റെ, ഇത് ആക്ച്വലി ഫൗണ്ടേഷനാണ്, ഞാനിത് കൺസീലറായിട്ട് യൂസ് ചെയ്യാറാണ് പതിവ്. ബ്ലഷ് എനിക്ക് ഭയങ്കര, ഇത് ഞാൻ ബെനഫിറ്റിൻ്റെ ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ മേബ്ലിൻ്റെ 310 സൺബേജ് പൗഡർ യൂസ് ചെയ്ത് നമ്മളിതിനെ എല്ലാത്തിനെയും സെറ്റാക്കും. കണ്ടോ, ഇപ്പോൾ AC ഓണായി. ഇത്ര നേരം ഓഫായിരുന്നേ, ഇപ്പോൾ AC ഓണായിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ കണ്ണെഴുതാൻ പോവാണ്. ലൊക്കേഷൻ മാറ്റി. കണ്ണെഴുതാൻ വേണ്ടിയിട്ട് നൈക്കയുടെ ഐലൈനറാണ് യൂസ് ചെയ്യണം. പിന്നെ അടിയിൽ എഴുതാനായിട്ട് മേബ്ലിൻ ന്യൂയോർക്കിൻ്റെ കാച്ച്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നിടത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം പല രാജ്യക്കാരും ഉണ്ടാവും അവിടെ. അപ്പോൾ അവർക്ക് ഡിസ്കംഫർട്ടായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫുഡ് എടുക്കുന്നതൊന്നും ചിലപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഇവിടെ എല്ലാവരും പത്താനൊക്കെ പറഞ്ഞ് അവരവരുടെ കാര്യം നോക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് സ്റ്റിൽ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആവും. ബാക്കിലെ പിള്ളേരെ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ആഫ്രിക്കൻ പിള്ളേർ. ഇങ്ങനെ ചുറ്റോറ ആൾക്കാരുണ്ട്. പിന്നെ കുറേ പേര് ഇങ്ങനെ വന്നും പോയൊക്കെ ഇരിക്കും. അപ്പം നമ്മൾ ഇച്ചിരി കോൺഷ്യസ് ആവില്ല ക്യാമറ നോക്കി സംസാരിക്കാൻ. അതുള്ളൂ. വേറെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ. ബട്ട് ഇല്ലെങ്കിൽ ഇച്ചിരി പ്രശ്നമാണ്. എന്നും രാവിലെ വിളിക്കാറുള്ള ആളാണ്. ഇന്ന് വീട്ടിൽ പോയപ്പോൾ നമ്മളൊന്നും വേണ്ട. ഇങ്ങോട്ട് നീ. പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രേക്ഷകരോട് എന്ത് ഓ എന്താ ചെയ്യാ, രണ്ടറ്റത്തായില്ലേ? അതന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. താങ്കൾ എത്ര നാൾ അമേരിക്കയിലായിരുന്നല്ലോ. അയ്യോ അതെ, അങ്ങനെയാണല്ലോ. നീ എന്ന് നാട്ടിൽ വരുന്നു അന്ന് ഞാൻ നാട് വിടും. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ഡീൽ. അങ്ങനെയാണ്. അതെ. എൻ്റെ പൊന്നു മക്കളെ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വന്ന് റൂം ടൂർ അങ്ങ് എടുത്തു. ഒരു 7 മിനിറ്റിൻ്റെ വീഡിയോ. ഓക്കെ, എന്നിട്ട് ഞാൻ വെറുതെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയതാ. സൗണ്ടില്ലായിരുന്നു. 7 മിനിറ്റ് ഞാൻ ഘോരം നിങ്ങളോട് പ്രസംഗിച്ചു. ഒന്നും അതിൽ വന്നില്ല. ഓക്കെ, എല്ലാം പറഞ്ഞതൊന്നും കൂടെ പറയണ്ടേ. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് യൂഷ്വലി എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ഒരു മെയിൻ കോഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ഈ നഗറ്റ്സ്, മുട്ട, ബ്രെഡ്, സോസേജ് ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് ആക്ച്വലി മെയിൻ കോഴ്സിൽ പൊങ്കൽ എന്തുമായിരുന്നു. അത് എനിക്കത്ര ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ 3 വെജസ് അല്ലല്ലോ, 3 പൊട്ടറ്റോ അങ്ങനത്തെ സാധനം, പൊട്ടറ്റോ ചിപ്പ് ഫ്രൈ പോലത്തെ ഒരു സംഭവം. പിന്നെ സോസേജ് എടുത്തു. പിന്നെ അതാണ് മെയിനായിട്ടുണ്ടായിരുന്നത്. പിന്നെ ബ്രെഡ്, പിന്നെ കുക്കുംബർ, ക്യാരറ്റ്, കുറച്ച് ഫ്രൂട്ട്സ്, അതൊക്കെയാണ് കഴിച്ചത്. യൂഷ്വലി ഇടിയപ്പം, അപ്പം കണ്ടിട്ടില്ല, ദോശ, പിന്നെ പൊറോട്ട അല്ലെങ്കിൽ നൂഡിൽസ് ഇതൊക്കെ ഉണ്ടാവാറുണ്ട് മെയിൻ കോഴ്സിൽ. അപ്പോൾ ഇന്ന് പൊങ്കലായതുകൊണ്ട് ഒരു ഇതുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവിടെ ഷൂട്ട് ചെയ്തില്ല. കാരണം അതിൻ്റെ സ്പ്രെഡൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് നല്ല വലിയൊരു ഏരിയ ആണ്. അതായത് കുറച്ചൊരു ഏരിയ ഫുൾ ഇങ്ങനെ ഫുഡും ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ അത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ നിറച്ച ആൾക്കാരായിരുന്നു. അപ്പോൾ അതിൽ കൂടുതൽ ഇന്ന് ആൾക്കാരുണ്ടായിരുന്നു. അത് തന്നെ എനിക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ അവിടെ ഷൂട്ട് ചെയ്തിട്ട് അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഷൂട്ട് ചെയ്തില്ല. നമ്മൾ കഴിക്കുന്നത് ഷൂട്ട് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞു ഇവിടെ വന്നു. ഇവിടെ ഹാംപ്ടണിൽ പൊതുവേ എനിക്ക് തോന്നുന്നു കുറച്ച് ചീപ്പാണ് റേറ്റൊക്കെ. നമുക്ക് പലപ്പോഴും ഓഫേഴ്സൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കൂടുതലും മലയാളീസ് ഉണ്ട്. ഈ ഫ്ലോറിലാണ് കൂടുതലും മലയാളീസ്. തേങ്ങ. എനിക്കൊരു പ്രൈവസി എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഞാൻ അങ്ങോട്ടും എന്താ പേര്, എന്താ അങ്ങനെയൊക്കെ ചോദിക്കും. ഇഷ്ടമല്ല എന്നിട്ടല്ല, ലൈക്ക് എന്തോ ഇഷ്ടമല്ല എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി സമയം കളയണ്ട. നമ്മുടെ 7 മിനിറ്റ് ഓൾറെഡി പോയല്ലോ. അപ്പോൾ നമുക്ക് നേരെ റൂം ടൂർ കാണാം. അപ്പം ഇതാണ് നമ്മുടെ വാഷ്റൂം. ഇവിടുത്തെ വാഷ്റൂമിന് ആക്ച്വലി ഒരു സ്ലൈഡിങ് ഡോറാണ് കേട്ടോ. കണ്ടോ, സ്ലൈഡിങ് ഡോറാണ്. ഡോർ തുറന്ന് വരുമ്പോൾ ഇവിടെ ക്ലോസറ്റ്, ഇവിടെ നല്ല ലൈറ്റിങ്ങാണ്.
റെഡി ആവാനൊക്കെ നമ്മൾ നല്ല ഷുണ്ടാപ്പി ആയിട്ടിരിക്കും. അപ്പം ഇതാണ് നമ്മളുടെ വാഷ്റൂം മിറർ, നല്ല ലൈറ്റിങ്ങൾ. പിന്നെ എൻ്റെ ഇവിടെ കുറച്ച് എസെൻഷ്യൽ സാധനങ്ങൾ ഞാനിവിടെ വെച്ചിട്ടുണ്ട്, കാരണം 2 വീക്സ് ഉണ്ടല്ലോ. പിന്നെ ഇവരിവിടെ ബോഡി ലോഷനും ഹാൻഡ് വാഷൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഹാൻഡ് വാഷ് ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സ് കഴുകാനാണ്. വേറെ ഒന്നിനും ഞാൻ ഇവരുടെ പ്രൊഡക്റ്റ് എടുക്കാറില്ല. പിന്നെ മെയിൻ ഇവിടെ ലോണ്ട്രി കൊടുക്കാൻ ഭയങ്കര എക്സ്പെൻസീവാണ്, ഹോട്ടലല്ല, അതുകൊണ്ട്. മറ്റേ ഞാൻ നിൽക്കുമ്പോൾ വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടാകുമ്പോൾ കുഴപ്പമുണ്ടാകാറില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്ത് ചോദിച്ചാൽ എൻ്റെ നല്ല ഡ്രസ്സുകൾ ഞാൻ നേരെ നമ്മുടെ ട്രെയിനേഴ്സ് പിള്ളേർക്ക് കൊടുക്കും. അവർ താമസിക്കുന്നിടത്ത് വാഷിംഗ് മെഷീൻ ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ കൊണ്ടുവരുത്ത് ഒന്ന് വാഷ് ചെയ്ത് കൊണ്ടുവരുമോ എന്ന് ചോദിക്കും. അപ്പം അങ്ങനെയാണ് അത് വാഷ് ചെയ്യാൻ അണ്ടർഗാംസൊക്കെ ഞാനിവിടെ ഇട്ട് വാഷ് ചെയ്യും. അതിനാണ് ഞാൻ ഈ ഹാൻഡ് വാഷ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് നമ്മുടെ കുളിക്കാനുള്ള ഏരിയ, ഇവിടെ 2 ടവൽ ഉണ്ടായിരിക്കും, ഇവിടെ 2 കുഞ്ഞ് ടവൽ ഉണ്ടാവും. പിന്നെ ഞാൻ വായിക്കാനുള്ള ബുക്കും സാധനങ്ങളൊക്കെ ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവർ തന്നെ നമുക്ക് ഷവർ ജെല്ല്, ഷാമ്പൂ, കണ്ടീഷണറൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാനാണ് കുളിക്കാറ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വാഷ്റൂം. പിന്നെ വാഷ്റൂമിൻ്റെ ഫോണുണ്ട്, കോൾ വരുമ്പോൾ ഇവിടെയും വരും, ഇവിടെ ഡ്രസ് തൂക്കിടാം. ഓക്കെ, അപ്പോൾ ഈ വാഷ്റൂമിനും അതുപോലെ ഈ ഒരു സ്പേസിനും കൂടിയിട്ട് ഈ ഒറ്റ സ്ലൈഡ് ഡോറാണ്. അപ്പം ഇവിടെ തുറന്ന് അവിടെ കാണും, അവിടെ തുറന്ന് ഇവിടെ കാണും. പക്ഷേ ഇവിടെ ഞാൻ എൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സ് എല്ലാം തൂക്കിയിട്ടിരിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ടേക്കും കാണിക്കുന്നില്ല. ഓക്കെ, അവിടെ മറ്റേ അയൺ ബോക്സും അതിൻ്റെ ബോർഡും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വലിയൊരു മിററുണ്ട്, ഇതും നല്ല രസമാണ്, നല്ല ലൈറ്റിംഗ് ആണ്. ഇവിടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. ഞാൻ ഒന്ന് റെഡി ആയിട്ട് ഇറങ്ങുമ്പോൾ ഇവിടുന്ന് ഫോട്ടോ എടുത്തിട്ടാണ് പോകാറ്. ഇതിൽ കാണുമ്പോൾ എനിക്ക് എന്നെ വേറെ രീതിയിലാണ് കാണുന്നത്, മീൻസ് ഇതിൽ കാണുമ്പോൾ വേറെ ഒരു രീതിയിൽ. ബട്ട് അതങ്ങനെ എന്താട്ടെ. അത് കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് കയറുമ്പോൾ എൻ്റെ കുഞ്ഞിപ്പെട്ടിരിപ്പുണ്ട്. ഇവിടെ ഒരു TV ഉണ്ട്, TVയുടെ അടിയിൽ നമുക്ക് കോഫി സംഭവങ്ങളൊക്കെ, വേസ്റ്റ് ബാസ്ക്കറ്റ്, ടിഷ്യൂ ബോക്സ്. അത് കഴിഞ്ഞത് ഇവിടുത്തെ ഒരു മിറർ, ഇത് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് മിററാണ്. എല്ലാ റൂമിലും ഇതുപോലെ ഇങ്ങനെ തൂക്കിയിട്ടൊരു മിററുണ്ട്. കാരണം ഞാൻ പണ്ട് ഒരിക്കൽ ഒരു സോളോ ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു ദുബായിക്ക്. അത് സോളോ ട്രിപ്പ് എന്ന് വിളിക്കാൻ പറ്റില്ല, കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ ആയിരുന്നു. അപ്പം അന്ന് ഞാൻ വന്നപ്പോഴും ഹാംപ്ടണിൽ തന്നെ നിന്നേ, അന്ന് ആ റൂമിലും ഈ ഒരു മിറർ ഉണ്ടായിരുന്നു. അപ്പം ഇത് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് സാധനമാണ്. പിന്നെ ഇവിടെ ഒരു വർക്ക് ടേബിൾ ഉണ്ട്. വർക്ക് ടേബിളിൽ ഇവർ ഖുറാൻ വെക്കുന്നുണ്ട് കേട്ടോ. എല്ലാ റൂമിലും ഖുറാനുണ്ട്, നല്ല രസമാണ് വായിക്കും, ഇംഗ്ലീഷിലാണ്. പിന്നെ ഇവിടെ ഒരു 2 ഗ്ലാസ് വെള്ളം, അങ്ങനത്തെ ഫെസിലിറ്റീസ്. പിന്നെ അതേ ഇതിനകത്ത് നമുക്കൊരു ഫ്രിഡ്ജ് ഉണ്ടാവും, മിനി ഫ്രിഡ്ജ്. പക്ഷേ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അത് കഴിഞ്ഞ് ഈ സൈഡിലേക്ക് തിരിയുമ്പോൾ ഇവിടെ ഒരു ടേബിളും ചെയറുണ്ട്, നമുക്കിങ്ങനെ ഭംഗിയൊക്കെ ആസ്വദിച്ചങ്ങനെ ഇരിക്കാം, കോഫി കുടിക്കാം. പിന്നെ ഇതിൻ്റെ പെട്ടി, ഈ പെട്ടിക്കകത്തുള്ള സാധനങ്ങൾ ഞാൻ പുറത്തെടുക്കില്ല, യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അതിനകത്ത് കയറ്റും. അങ്ങനെ ഈ പെട്ടി ഇവിടെ ഇതിനൊരു സ്റ്റാൻഡ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് സെറ്റ് ചെയ്യും. പിന്നെ ഇവിടെ ഫോണുണ്ട്, ഇവിടെ ഒരു സൈഡിൽ കുഞ്ഞ് ലൈറ്റ് ഉണ്ട്, ഉണ്ടാവും, രാത്രി കിടക്കുമ്പോൾ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് ലോക്കറും സൈഡ് ടേബിളിൻ്റെ സാധനങ്ങളൊക്കെയാണ്, ഞാൻ യൂസ് ചെയ്യാറില്ല. നല്ലൊരു ക്യൂട്ട് സൈസ് ബെഡ്. പിന്നെ അവിടെ ഒരു അയൺ ബോക്സ് ഇരിപ്പുണ്ട്. പിന്നെ ഈ അയൺ ബോക്സിൻ്റെ സൈഡിലൊരു കുഞ്ഞ് ക്ലോക്ക് ഇരിപ്പുണ്ടേ. ഈ ക്ലോക്ക് ആക്ച്വലി അവർ 5 മിനിറ്റ് കൂട്ടി വെച്ചേക്കാം. ഇപ്പോൾ 12 അല്ലേ കാണിക്കുന്നത്, ഹൈ ഫാൻസി നമ്പർ. 12 ആയിട്ടില്ല, 12:08 അങ്ങോട്ടായിട്ടുണ്ടാവുള്ളൂ, 5 മിനിറ്റ് സ്ലോ. ഇതാണ് റൂം. പിന്നെ ഇവിടുത്തെ AC ഒരു പ്രശ്നം മാത്രം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, AC ഇടയ്ക്ക് തോന്നുമ്പോൾ ആവും, തോന്നുമ്പോൾ ഓഫ് ആവും, നമുക്ക് അതിലൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എനിക്കറിയാഞ്ഞിട്ടാണോന്ന് അറിയില്ല, പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം റൂം എടുത്തപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു, ഞാൻ ഓർക്കുന്നു. അപ്പം അത് മാത്രമേ ചെറിയത്. പക്ഷേ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ, ആവശ്യത്തിന് തണുപ്പൊക്കെ ഉണ്ട്. ചിലപ്പം നമ്മൾ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആകുമ്പോൾ ഇത് ഓഫ് ആകുമ്പോൾ നമുക്ക് ഇതാവും. ഭയങ്കരമായിട്ട് ഞാൻ ശ്വാസം വലിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇതിനെങ്ങനെ കിടക്കണം ഞാൻ വർത്താനം പറയണേന്, തിരക്ക് പിടിച്ച് പറയണോണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റൂം, ഒരു ഡീസൻറ്റ് കോസി റൂമാണ്. ഇനി നമുക്ക് ക്ലാസ്സിൽ പോകാൻ സമയമായി, ലേറ്റായി. ഇന്നിപ്പോൾ 12 ഇത്ര ലേറ്റ് ആവാറില്ല, ഞാനൊരു 11:30 ഇറങ്ങാറുണ്ട്. അപ്പോൾ നമുക്ക് പോയാലോ. നമ്മൾ ടാക്സി നോക്കിയിട്ട് കുറേ നേരമായി നിൽക്കണു. ഇപ്പോൾ ഒരു ടാക്സിക്കാരാണ് വന്ന് നിൽപ്പുണ്ട്, പോകുന്നുണ്ടോ ചോദിച്ചോക്കാം. ചേട്ടാ പോല, എന്നെ ഈ വെയിലത്തേക്ക് നടത്തിച്ചിട്ട് പുള്ളി പോയില്ല. പണിപ്പാളി അളിയാ, നല്ല വെയിലുണ്ട്, ഒരു ടാക്സി പോലും ഇല്ല. യൂഷ്വലി ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കിട്ടാറുണ്ട്. ഇതാണ് ഞാൻ നിൽക്കുന്ന ഹോട്ടൽ, പക്ഷേ ടാക്സി കാണാനില്ല. അവസാനം ഞാൻ ഗതി കെട്ടി ഞാൻ ബോൾട്ട് ആപ്പിൽ ടാക്സി ബുക്ക് ചെയ്തു. വന്നാച്ചു 4987, ഐ തിങ്ക് സോ. പ്ലാറ്റിനം ബിസിനസ് സെൻറ്റർ. അങ്ങനെ നമ്മൾ നമ്മുടെ ബിൽഡിങ്ങിലെത്തി, പ്ലാറ്റിനം ബിസിനസ് സെൻറ്റർ. ഗുഡ് മോർണിംഗ് ഗായ്സ്. ശരി, തെരുവിളി കേട്ടുള്ളൂ തുടക്കം. എന്താ സാധനം? നമ്മുടെ ക്യാമ്പിന്റെ വീഡിയോ, നമ്മൾ അഭിനയിച്ച് തകർത്ത വീഡിയോ. Oh my God, what's going on here? Business meetings? Yeah, she's starting business. What kind of business? Eleda business? No. We have a lot of ideas. You have a lot of ideas. We are working it out. Idea idea. Yeah. ഇവന്റെ ഐഡിയയിലാണോ തക ബിസിനസ് തുടങ്ങാൻ പോകുന്നത്? എന്നാ തകർക്കും.
ഊരാൻ കിട്ടുള്ളല്ലോ മൈക്ക്. ആ പറ, എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് താങ്കൾ? ഇത് തരില്ല, ഞാൻ ഇതിങ്ങനെ തരും. She was started the new business. She was. ഒരു കോമഡി കണ്ടേ. She will start the. I know English, just for fun. She will start the new business. Okay. So she was any idea? Yeah, she was. That's correct. Okay. So I can Yeah, say she is ideas. contributing ideas. Yeah. Okay. I am helping you. ഒന്നും വരില്ല. ഗൈസ്, അരുൺ ഇപ്പോഴും ഇംഗ്ലീഷ് വളരെ ഗാഠിന്യമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തെളിവുകളാണ് നിങ്ങൾ ഈ മാസമായിട്ട് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടങ്ങോട്ട് ഗൈസ്, ഞങ്ങൾ ഈ ഞായറാഴ്ച ഈ വ്ളോഗ് നിങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും കാണുന്നത്. ബട്ട് സ്റ്റിൽ ഈ വരുന്ന ഞായറാഴ്ച നമ്മൾ ബീറ്റ് ഇറ്റ്. ഏനാ അർജുന പറഞ്ഞേ? ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഞായറാഴ്ച നമ്മുടെ ഇൻ ഹൗസ് ബാറ്റിൽ നടക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ പോസ്റ്ററാണ്. പിന്നെ ഇവിടെ സമ്മർ ക്യാമ്പ് തുടങ്ങുന്നുണ്ട് July 6 മുതൽ August 29 വരെ. സോ അതിൻ്റെ പോസ്റ്ററും നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് നോട്ടീസിൽ ആളെ വിളിച്ചിട്ട് ഒന്ന് റിമൈൻഡ് ചെയ്തോളൂ. അപ്പം രേഷ്മേനെ പരിചയം ഉണ്ടാവില്ല, ബിക്കോസ് നമ്മുടെ വ്ളോഗിൽ നമ്മൾ അങ്ങനെ അധികം പരിചയപ്പെടുത്തിയിട്ടില്ല. രേഷ്മ പോവായി പരിചയപ്പെടുത്തി അപ്പോൾ പോവുള്ള ആൾക്കാർ ഈ തറവാട്ടിലെ പെൺകുട്ടികൾ വാഴില്ല. അങ്ങനെയാണ്. രേഷ്മ ആക്ച്വലി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 months നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു റിസപ്ഷനിസ്റ്റ് ആയിട്ട്. അപ്പോൾ രേഷ്മയ്ക്ക് നല്ല ജോലി കിട്ടിയ രേഷ്മ പോവും, അല്ലെങ്കിൽ ഇവിടെ തന്നെ കാണും. രേഷ്മ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വന്നല്ലേ? പിന്നെ അരുൺ പിന്നെ അറിയാലോ. അരുൺ എന്തെങ്കിലും പറയാനുണ്ടോ? ചേട്ടന്റെ പൊന്നൂസ് എനിക്ക് അടുത്ത പണി വന്നിട്ടുണ്ട്. അല്ല, ചേച്ചിയുടെ പൊന്നൂസ് അടുത്ത പണി വന്നിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റൂ കുക്കു, നിന്നെയാണ് പറയണേ. ഓക്കെ, അപ്പൊ നമുക്കിനി ഒന്ന് സെറ്റിൽ ഡൗൺ ആവാം. എൻ്റെ റൂമിന്റെ അവസ്ഥ കണ്ടാണ്ടല്ലോ നിങ്ങൾ കരയും. കാരണം ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ പെട്ടി സാധനങ്ങൾ ഒക്കെ ഞാൻ ഇവിടെ ഈ റൂമിൻ്റെ ഉള്ളിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടാണ് പോവാറ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഓരോ പ്രാവശ്യം ഇവിടെ വന്നിട്ട് പോകുമ്പോൾ ഞാൻ റൂം വെക്കേറ്റ് ചെയ്തിട്ട് പോവാ പതിവ്. അപ്പോൾ എൻ്റെ സാധനങ്ങൾ കുറേ ഒരു ബോക്സ് നിറയെ സാധനങ്ങളുണ്ട്, പിന്നെ കുറേ ഡ്രസ്സുകളുണ്ട്. എപ്പോഴും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ വെക്കും. അങ്ങനെ വെച്ച് ഇപ്പോൾ 2 വലിയ സ്യൂട്ട് കേസും ഒപ്പം ഒരു കാർഡ്ബോർഡ് എന്നല്ല, കാർഡ്ബോർഡ് ബോക്സാണ്, എന്താ പറയുക ആ സാധനം. അത്രയ്ക്കധികം സാധനങ്ങൾ ആയി ഇവിടെ. പിന്നെ എൻ്റെ വലിയൊരു മിറർ ഇവിടെ ഉണ്ട്, ടേബിൾ എല്ലാം ഇതിൻ്റെ ഉള്ള. ഇത് ഓഫീസ് മാറ്റിയിട്ട് സ്റ്റോർ റൂം ആക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയി. ഇതും എൻ്റെ ഫ്ലാറ്റിലുണ്ടായിരുന്ന അലമാരയാണ്, അതിവിടെ കൊടുത്തിട്ട്. അങ്ങനെ മൊത്തത്തിലൊരു ചെയറും ടേബിളും ഉണ്ട് എനിക്കിരിക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഞാൻ ഇവിടെ ജീവിച്ചു പോകുന്നു ഗൈസ്. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോവാണ് അല്ലേ ഗൈസ്? ആ പാട്ടൊന്ന് പ്ലീസ്. ഞങ്ങൾ ഇടയ്ക്ക് നിലയ്ക്കൊക്കെയാണ് ഞങ്ങളങ്ങനെ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാൻ വരാറുള്ളൂ. എന്നാലും ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് സൈഫർ ചെയ്തായിരുന്നു. അത് ലോകം കണ്ടിട്ടില്ല, ലോകം കണ്ടു ഞെട്ടും. അയ്യോ, അരുൺ അവിടെ ഇപ്പോഴും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മളിന്ന് ഏത് സോങ്ങിനാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? ആക്ച്വലി പ്രാക്ടീസ് ചെയ്യണം. കുറച്ച് ഇങ്ങോട്ടേക്ക് വന്നാൽ ഇങ്ങനെ കാണേ എല്ലാവരും. അത്രയ്ക്ക് പോണ്ട, അപ്പം നെഞ്ചത്തായിരിക്കും ഞാൻ. പ്രാക്ടീസ് ആണോ കൊറിയോഗ്രഫി ആണോ? നമുക്ക് കൊറിയോഗ്രഫി ചെയ്യണം. കാരണം ഞങ്ങൾ 3 ആളും തമ്മിലുള്ള റീൽ ഇതേവരെ നമ്മുടെ പേജിൽ വന്നിട്ടില്ല. ഇതുവരെ 2 കൊല്ലായി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്തിട്ടില്ല, പക്ഷെ നമ്മൾ കുക്കുവിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ 3 ആളായിട്ടുള്ള ഒരു കോംബോ ഇതുവരെ വന്നിട്ടില്ല. സോ ഐ നോ യു ഗൈസ് ആർ സോ മച്ച് വെയിറ്റിംഗ് ഫോർ ദിസ്. അപ്പം നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പ് ഞങ്ങളുടെ ഇവിടെ കൊണ്ടു. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ ഒരു വീഡിയോ കൊറിയോഗ്രഫി ചെയ്യാമെന്ന് വിചാരിച്ചു. ഫോർ ദ സോങ് അല്ല, പുതിയതായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള ഒരു സോങ് ആണ്. ഞങ്ങളുടെ പ്രഷർക്ക് വേണ്ടി സാവരി. ഈ പാട്ടിനാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം കൊറിയോഗ്രഫി ചെയ്യുന്നത് അർജുനാണ് അല്ലേ? താങ്കൾ എന്തെങ്കിലും ഇൻപുട്സ്? അപ്പൊ അർജുനാണ് കൊറിയോ ചെയ്യണേ. അപ്പൊ അർജുന്റെ കൊറിയോ ഞങ്ങൾക്ക് എത്രത്തോളം പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ ഞങ്ങളൊരു സിമ്പിളാണ്. കൈതൊടി താളം കെട്ടി എന്നുള്ള പാട്ട് പഠിച്ചെടുത്ത് പെർഫോം ചെയ്ത് പൂശിയടിച്ച ആളാണ് ഇവിടെ നിൽക്കുന്നത്. അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു സിമ്പിൾ ഈസി കൊറിയോഗ്രഫിയാണ്. ഞങ്ങൾ പണ്ടേ സൂപ്പറാണ്, ഞങ്ങൾക്കൊന്നും പ്രശ്നമല്ല. തള്ളി കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങാം. എന്റെ ഇവിടെ
ഇപ്പൊ വേണ്ട. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ കൊറിയോഗ്രഫി പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ റീല് ഉടനെ നിങ്ങൾ ആ റീല് വന്നതിന് ശേഷമായിരിക്കും ഇത് ഈ വ്ളോഗ് വരുന്നത്. അതിന് മുന്നേ കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതായി സെലക്കി. അപ്പോൾ നമ്മുടെ ഇപ്പോൾ സമയം എന്തായി? 2:20. 2:20. എനിക്ക് ലഞ്ച് ടൈം ആയിട്ടില്ല. അല്ല, എൻ്റെ ഡിന്നർക്കും ലഞ്ചിൻ്റെ ടൈം ആയിട്ടില്ല. ഇവരൊക്കെ ഇപ്പോൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. ലക്ഷ്മ ലഞ്ച് കഴിക്കുന്നുണ്ടോ? ഞാനിതൊന്നും ഇവിടെ 3 മണിക്ക് ക്ലാസ് ഉണ്ട്. അപ്പം ആരുണ്ടേ കഴിക്കാൻ പോവാണ്. നമുക്ക് കുറച്ച് നേരം പണിയെടുക്കാം. പണി വ്ളോഗ് എടുക്കേണ്ടെന്നുള്ള കാര്യം ആക്ച്വലി ഞാൻ മറന്നുപോയി. ഞാൻ അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കാൻ പോയി. ഇപ്പോൾ സമയം 4:30. ഞാനൊരു 3:45 ആകുമ്പോൾ ഫുഡ് കഴിക്കാൻ പോയി. താഴെ ഗ്രീൻലാൻഡിൽ പോയിട്ട് ഒരു പൊറോട്ടയും ബീഫ് കറിയും മേടിച്ച് കഴിച്ചു. ഇന്നെന്താ അറിയില്ല, പെട്ടെന്ന് പൊറോട്ട കഴിക്കാനൊരു പൂതി തോന്നി എനിക്ക്. യൂഷ്വലി ഞാൻ മീൽസ് മേടിക്കും, ബിരിയാണി മേടിക്കും, അല്ലെങ്കിൽ റൊട്ടി മേടിക്കും. ഡിപ്പെൻസ്. ബിക്കോസ് ഞാൻ രാത്രി ഒന്നും കഴിക്കില്ല. മീൻസ് ഒരു പഴം കഴിക്കും, ഒരു റോബസ്റ്റ പഴം, നേന്ത്രപ്പഴം കഴിക്കും. അല്ലാണ്ട് വേറെ ഒന്നും കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് കുറച്ച് ഹെവി ആയിട്ട് കഴിക്കും. പിന്നെ പൊറോട്ടയുമായിരുന്നു ഞാൻ. അങ്ങനെ പൊറോട്ട കഴിച്ചു. വന്നപ്പോൾ അവിടെ എത്തിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, പക്ഷേ പിന്നെ എടുത്തില്ല. അങ്ങനെ നമ്മൾ വേറൊരു സാധനം ഒന്ന് പർച്ചേസ് ചെയ്തു. ഇതിൻ്റെ അൺബോക്സിങ് ഇതിൻ്റെ ഇടയിൽ നടന്നായിരുന്നു, പക്ഷേ അതും ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഇത് ആക്ച്വലി JBL ഒരു മൈക്ക് മേടിച്ചാണ്. അൺബോക്സിങ് മൈക്ക് മേടിച്ചു. അപ്പം ഞാൻ എടുക്കണില്ല. ഇത് നമ്മളുടെ സൺഡേ ഇവൻറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് നമ്മൾ ഇവൻറ്റ്സ് ഒക്കെ വയ്ക്കുമ്പോൾ നമ്മുടെ സ്പീക്കറിൽ JBLൻ്റെ സ്പീക്കറാണല്ലേ. അപ്പോൾ ആ സ്പീക്കറിൽ തന്നെ വെച്ചിട്ടാണ് എല്ലാ പരിപാടികളും നടത്താറ്. അപ്പോൾ ഈ മൈക്ക് എപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് ഇരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അതിലങ്ങ് ഇൻവെസ്റ്റ് ചെയ്തു. 2 മൈക്കുണ്ട് JBL, നല്ല രസമായിട്ട് കേൾക്കുന്നുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവർക്കായി ഞാൻ സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവാതിരിക്കണം. അത് വെച്ചിട്ടുള്ള അങ്കക്കട്ടൊക്കെ. ഇനിയിപ്പോൾ സൺഡേ ഇത് വെച്ചിട്ടാണ് ഞാൻ പയറ്റാൻ പോകുന്നത്. നൂണെന്ന് കേട്ടത് പർച്ചേസ് ചെയ്ത്. അപ്പോൾ സൺഡേലത്തെ അങ്കക്കെട്ടുകൾ നിങ്ങൾക്ക് ഇനി സ്റ്റോറീസിൽ കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്ഡേറ്റ്സ്. ഇങ്ങോട്ട് വരൂ, ഗസ്റ്റ് അപ്പിയറൻസിന് വരൂ. അതേ വരും അടുത്ത ആള്. 2 ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ട്. ഇത് കുട്ടിയായാൻ. ഇവന്റെ പേരെന്തായിരുന്നു? എൽഹാൻ. ഇത് എൽഹാൻ, ഇത് അയാൻ. നിങ്ങളുടെ സ്റ്റുഡൻ്റ് ആണ്. അയാൻ, എന്തിനാണ് താങ്കൾ ഇവിടെ വന്നിരിക്കുന്നത്? ഞാൻ കല്യാണത്തിലൊക്കെ ഡാൻസ് ചെയ്യുമ്പോൾ ഞാൻ കല്യാണത്തിലൊക്കെ ഡാൻസ് കളിക്കും. ഞാനോ ഉമ്മ വിചാരിക്ക ഞാനൊരു ഡാൻസറാണ്, അതാണ് ഞാനിപ്പോ ജോയിൻ ചെയ്തത്. ഉമ്മ വിചാരിക്കണത് നീ ഒരു ഡാൻസറാന്നാണ്, അതാണ് നീ ഇപ്പൊ ജോയിൻ ചെയ്തത്. മറ്റേ മലയാളം നമ്മൾ തർജ്ജമ ചെയ്ത് കൊടുക്കണം, അതല്ലെങ്കിൽ നാട്ടുകാർക്ക് മനസ്സിലാവണം. അതെ, പ്ലീസ് tell that in English, please. I used to dance on weddings and all. So my mother thought I should go to dance class because it will be better for my അത് മലയാളത്തിൽ my master Arun Chetta. അരുണാണ് ഇവനെ പഠിപ്പിച്ചോണ്ട്. ഇവൻ നാട്ടിലൊരു കല്യാണം ഉണ്ട്. Master was Kukuka, the husband. The real master is കുക്കൂക്ക, her husband. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നും കുക്കുവിനെ അന്വേഷിക്കുന്ന ഒരാളാണ്. ആകെ ഒരാൾക്ക് മാത്രമേ കുക്കുവിനോട് സ്നേഹമുള്ളൂ. അല്ലടാ, ഇവന്റെ ആരുടെയോ ആരുടെ കല്യാണം എന്ന് പറഞ്ഞ ആ ബന്ധം ഒന്ന് പറഞ്ഞു. എന്റെ ഉമ്മയുടെ കസിൻ. അത് ഒറ്റ അല്ല, കറക്റ്റ് റിലേഷൻഷിപ്പ് പറ. ഫ്ലോ പറയണം. അമ്മയുടെ അമ്മയുടെ കസിന്. ഇങ്ങനെയല്ലല്ലോ എന്നോട് പറഞ്ഞത് കഴിഞ്ഞ ദിവസം. അതെ, തെറ്റ് പറഞ്ഞു. ഞാൻ അറിഞ്ഞില്ല. അപ്പൊ കറക്റ്റ് അറിയാലോ. ഉമ്മയുടെ ചേട്ടൻ്റെ ഉമ്മയുടെ ഉപ്പയുടെ ചേട്ടന്റെ മോന്റെ ഉപ്പാടെ മോന്റെ അനിയന്റെ കല്യാണം. ഉപ്പാടെ അനിയന്റെ മോന്റെ കല്യാണത്തിന് ഇവൻ ഡാൻസ് കളിക്കുന്നുണ്ട്. അതിന് കേസ് കോഡിൽ പഠിച്ച ചുവടുകൾ കൊണ്ടവൻ നാട്ടിലേക്ക് വരുന്നുണ്ട്. അരുൺ സാറാണ് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. പഠിച്ചു കഴിഞ്ഞോ? എന്താണ് ഇപ്പത്തെ അപ്ഡേറ്റ് എന്ന് പറയാമോ? ഇപ്പൊ ഇങ്ങനൊക്കെ ഇടിയപ്പോ അതൊരു ട്രെൻഡാ ഒരു മൂവിയില്. ഇടിയപ്പം. മറ്റേ ഡയലോഗ് പറ. മറ്റേ മുതലാളി അതല്ല, എന്തെങ്കിലും ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ ഡയലോഗ് ഒക്കെ പഠിച്ചിട്ട് വരും. അപ്പൊ ഡാൻസ് എവിടെ വരെ ആയി അതൊന്ന് പറയോ? ഇതിന്റെ 5ാമത്തെ പാട്ട്. ഇപ്പൊ 5ാമത്തെ പാട്ടുണ്ട്. എന്താ മാരത്തണോ കളിക്കുന്നത്? 4 പാട്ട്. 4 പാട്ട്. 5 സോങ് മറക്കാതെ കളിക്കോ? കേസ് കോഡിന്റെ മാനം കാക്കണം. നിന്റെ അവിടുത്തെ ഓഡിയൻസ് സ്മൂത്ത്നെസ് ഒക്കെ പോരാ. എന്താ പോരാത്തെ? കിട്ടുന്നില്ല. പ്രാക്ടീസ് ചെയ്യണം. തടി
അവൻ അവനെ തന്നെ ട്രോളുവാ. അതായത് ഡാൻസിന് വരുമ്പോ ഒരു ഷർമ്മ, തിരിച്ചു പോകുമ്പോ 2 KFC. അതാണ് അവന്റെ ഒരു ഇത്. അതുകൊണ്ടാണ് അവൻ വരുന്നതന്നെ. പക്ഷെ ഇതൊന്നും ഞങ്ങൾക്ക് പുത്തിരില്ല. ഞങ്ങൾ സ്റ്റേജിൽ കയറിയ വേറെ ലെവലാണ് അല്ലേ. നിന്റെ കല്യാണത്തിന് വരുന്ന ഓഡിയൻസ് ഒക്കെ മേ ബി ഈ വ്ളോഗ് കാണുമായിരിക്കും. അപ്പൊ കാണാൻ വരണം. പണ്ടത്തെ ഇപ്പൊ എന്റെ ഉമ്മയുടെ സിസ്റ്ററിന്റെ കല്യാണം അത് സെയിം ജഡ്ജസ് തന്നെ. ജഡ്ജസോ? കല്യാണത്തിന് ജഡ്ജസോ ഉണ്ടോ? ഓഡിയൻസ്. ഓക്കെ, അപ്പൊ അവരോട് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ എന്റെ പെർഫോമൻസ് കാണാൻ വരണം എന്നൊന്ന് റിക്വസ്റ്റ് ചെയ്തേക്ക് വേണമെങ്കിൽ. അപ്പൊ നീ വരണ്ടി, ഇത് നിന്റെ ക്യാമറ അല്ല. ഞാൻ വ്ളോഗ് ഇടൂലോ യൂട്യൂബില്. നീ വൈറലാണ് നാളെ മുതലേ. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ആഡ് ചെയ്തോട്ടാ. ഇൻസ്റ്റാഗ്രാമിൽ അറിയണോട്ടോ. ഞാൻ എന്നോട് ചോദിച്ചാ ഇവന്റെ മലയാളം ഇച്ചിരി സീനാണ്. കാരണം നമ്മളെ നീ ഓടാന്നൊക്കെ വിളിക്കും. കൊല്ലു ചേട്ടാന്ന് വിളി, ചേട്ടാ. ഗിരിയേട്ടാ. ഓക്കെ, അപ്പൊ പറ ഓഡിയൻസിന്റെ അടുത്ത് എന്റെ ഡാൻസ് ഉണ്ട്, ഇന്ന കല്യാണത്തിന്റെ ഇന്ന ഡേറ്റില് ഞാൻ ഇന്ന സ്ഥലത്ത് ഞാൻ പെർഫോം ചെയ്യുന്നുണ്ട്, എല്ലാരും വരണം. ഞാൻ അതെ, 2000 പേര് ഇതൊക്കെ. പറ പറ പറ. നീ പറ. നീ ഇപ്പൊ പറയാ. പിന്നെ ഇവന് പറ്റാത്ത പറയാൻ പറ്റൂല. ഓക്കെ, നിന്റെ ഡാൻസിൽ കൈയടിക്കാൻ ആൾക്കാർ വേണം. വേണോ വേണ്ടേ? കൂട്ടുകാരെ എല്ലാരും എന്റെ ഡാൻസ് കണ്ടോ? ഇന്ന് കാണാൻ വരണം. കാണാൻ വരണം. ഡേറ്റ് വയ്ക്കാൻ പോയേക്കാണ്. എല്ലാരും ജൂലൈ 18th വീഡിയോ കണ്ടോ? ഉമ്മ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. നല്ല വണക്കം. അവൻ അവന്റെ ഭംഗി ആസ്വദിച്ചിങ്ങനെ ഇരിക്കുക. ഹലോ പറയടാ. എന്താ ശിക്കും? അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്നത്തെ ഷോ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. യെസ്, അങ്ങനെ നമ്മൾ തിരിച്ച് ഹോട്ടലിലെത്തി. ടയേർഡായി. ഇന്ന് നല്ലോണം ലേറ്റായി ക്ലാസ്സൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ. ഇപ്പോൾ സമയം എന്താ? ഇപ്പോൾ 1:15. കാരണം ഒരു അരമണിക്കൂർ ഞാൻ ടാക്സി നോക്കി നിന്നു. ലേറ്റ് ആയി കഴിഞ്ഞാൽ ടാക്സി കിട്ടാൻ ഭയങ്കര പാടാം. അപ്പോൾ അങ്ങനെ കുറേ സമയം പോയി. ഞാൻ അതേ എത്തി. ഇനി നല്ല ഒന്ന് ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങും. അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. സോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.